നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്ന കൊള്ളയുടെ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരുമ്പോൾ പ്രതികളെ എല്ലാവരെയും, എത്ര വമ്പന്മാരാണെങ്കിലും അവരെ എല്ലാവരെയും തൂക്കി അകത്തിട്ടതിന് ശേഷം ഹൈക്കോടതി ഗുരുവായൂരിലേക്ക് ഒന്ന് തിരിയണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ശബരിമലയിൽ നടന്നതിനേക്കാൾ ഒരുപക്ഷെ വലിയ കൊള്ളയായിരിക്കും ഗുരുവായൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതിന്റെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വരണം എന്നുള്ള ആവശ്യവുമായി വിശ്വാസികളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഗുരുവായൂരിലും ശബരിമല മോഡൽ ബിനാമി രാജ് നടന്നിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ശക്തമാകുന്നു. ഗുരുവായൂരിൽ വൻ കൊള്ള നടക്കുകയാണ്. ഗുരുവായൂരപ്പനെ പോലും മോഷ്ടിച്ചു കാണും ഈ കള്ളന്മാർ എന്നുള്ള ഒരു വിമർശനമാണ് വിശ്വാസികൾ ഉയർത്തുന്നത്. അതായത് 20 വർഷം മുൻപ് NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പണിക്കർ ശബരിമല കൈക്കൂലി വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച ദാസപ്പൻ ഇപ്പോഴുള്ളത് ഗുരുവായൂരിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സുപ്രധാനമായ കുത്തക അവകാശ ലേലങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു കോട്ടയത്തുകാരനാണ് എന്ന അണിയറ സംസാരം വരുന്നു. അതായത് ദാസപ്പൻ കട്ട് മുടിക്കുകയാണ് ഗുരുവായൂരപ്പനെയും. ഒരു ബോർഡ് മെമ്പറുടെ പിന്തുണയിലാണ് പ്രവർത്തനങ്ങൾ. ഈ ദാസപ്പനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നതിന് സമാനമായ സ്വാധീനം ഗുരുവായൂരിലും ഉണ്ടെന്ന്. അതായത് ചില ഉന്നതരൊക്കെ ചേർന്ന് ദാസപ്പനെ ഗുരുവായൂരിലങ്ങ് നിയമിക്കുകയായിരുന്നു. ഇതെന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. കൊള്ള നടത്തുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ അവിടെ നിയമിച്ചു എന്നുള്ള വിമർശനമാണ് വരുന്നത്. ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ഭരണസമിതിയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒത്താശയോടെ പടർന്ന് പന്തലിക്കുകയാണ് ഇപ്പോൾ ദാസപ്പനും ദാസപ്പന്റെ ശിങ്കിടികളും. 20 വർഷം മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് എന്നത് ഗുരുവായൂർ ആരോപണ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. നാരായണ പണിക്കർ പരസ്യമായി ഉന്നയിച്ച പ്രസ്താവന പ്രകാരം ശബരിമല മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചത് ഈ കോട്ടയത്തുകാരനായിരുന്നു എന്നാണ് വിവരം. അങ്ങനെ അഴിമതി ആരോപണം ഉയർന്നു വന്ന ഒരു വ്യക്തി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനിയാണ്. നിലവിൽ മന്ത്രി വാസവനുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഈ മാന്യദേഹം വാട്സാപ്പ് പ്രൊഫൈലിൽ ചിത്രമായി ഇട്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും സൂത്രധാരൻ ഇയാളാണ് എന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകളും ഇതിനു മുൻപുണ്ടായിരുന്ന കേസുകളുമൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ലേല വ്യവസ്ഥ അനുസരിച്ച് ഡിമാൻഡ് ഡ്രാഫ്റ്റിന് പകരം 1 ലക്ഷത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീത് സമർപ്പിച്ചതിന്റെ പേരിൽ തേങ്ങ എടുക്കാൻ ലേലം കൊണ്ട വ്യക്തിയുടെ ടെൻഡർ ദേവസ്വം നിരസിച്ചു. എന്നാൽ ദേവസ്വം ഭരണസമിതിയുടെ ആളായതുകൊണ്ട് ബിനാമി പേരിൽ ഒരു വഴിപാട് നടത്താൻ സമർപ്പിച്ച ഇതേ വ്യക്തിയുടെ രേഖകൾ സ്വീകരിക്കുകയും ലേലം അനുവദിക്കുകയും ചെയ്തു. ലേലം കൊണ്ട വ്യക്തിയുടെ കേസ് വ്യവസ്ഥ പാലിക്കാത്തതിന്റെ പേരിൽ തള്ളിയ ഹൈക്കോടതി ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ നിരീക്ഷണങ്ങൾ നടത്തി. ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കുത്തക നിയമങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഹൈക്കോടതി ഉത്തരവ് നൽകുകയും ചെയ്തു. നിയമവിരുദ്ധ കാര്യങ്ങൾ പുറത്തുവരുമെന്നായപ്പോൾ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഉത്തരവ് റദ്ദാക്കുവാനായി ദേവസ്വം അധികൃതർ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ സുപ്രീം കോടതി ഈ റിപ്പോർട്ട് ചോദിച്ച നടപടിയിൽ ഇടപെടാതെ ഹൈക്കോടതിയെ തന്നെ റിവ്യൂ ഹർജിയുമായി സമീപിക്കാൻ നിർദ്ദേശിച്ച് മടക്കി അയച്ചു. ശബരിമല വിവാദത്തിൽ ഉൾപ്പെട്ടുവെന്ന് പരസ്യമായി ആരോപിക്കപ്പെട്ട വ്യക്തിയെ എന്തിനാണ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് സർവ്വ അധികാരങ്ങളും കൊടുത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ 4 അമ്പലത്തിനുള്ളിൽ നിർത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം ശക്തമാകുന്നു. ശബരിമല വിവാദത്തിൽപ്പെട്ട ആളാണ് ഇതെന്ന് ഗുരുവായൂരിലെ സാധാരണ ജോലിക്കാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. തുലാഭാരം സംബന്ധമായി രാഷ്ട്രീയക്കാരുടെയും ദേവസ്വം ഭരണസമിതിയുടെയും ബിനാമിയായി നിൽക്കുന്ന ഈ വ്യക്തിയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഹൈക്കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടണമെന്നും ആവശ്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാഭാരം വഴിപാട് നടത്തിയതിനു ശേഷം ഭക്തർ പണം തുലാഭാര തട്ടിൽ വെക്കുന്നില്ല എന്നും കരാറുകാരൻ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ദക്ഷിണ എന്ന പേരിൽ പണം നൽകുന്നില്ല എന്നും തുലാഭാരം വഴിപാടിന് മേൽനോട്ടം വഹിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ജീവനക്കാർ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 2022 ഈ വിധി വന്നത്. തട്ടിൽ പണം എന്ന പേരിൽ കരാറുകാരൻ തുലാഭാരം നടത്തുന്നവരിൽ നിന്ന് പണം വാങ്ങുന്നുവെന്ന മാധ്യമ വാർത്തകളെ തുടർന്ന് സ്വമേധയാ പരിഗണിച്ച കേസ് തീർപ്പാക്കിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ അന്നത്തെ ഈ ഉത്തരവ്. തട്ടിൽ പണം വെക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും
ഒരു രൂപ പോലും ഇങ്ങനെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരിലേക്ക് എത്തരുത് എന്നുള്ളതുമായിരുന്നു കട്ടായം ഹൈക്കോടതി പറഞ്ഞത്. ഇത് സംബന്ധിച്ച് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ബോർഡുകൾ ഉചിതമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കണം. കരാറുകാരൻ നിയോഗിച്ചിരിക്കുന്നവരും തുലാഭാരം വഴിപാട് നടത്തുന്നതിന് ഒരു തരത്തിലും ഭക്തരെ ചൂഷണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ CCTV ക്യാമറകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണമെന്നൊക്കെ കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്നാൽ ഇതെല്ലാം ഗുരുവായൂരിൽ കാറ്റിൽ പറത്തുകയാണ്. ഉദ്യോഗസ്ഥർ ഭക്തരെ പല രീതിയിലാണ് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലും ഇത്തരത്തിലുള്ള പിഴിയൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഗുരുവായൂരിൽ വലിയൊരു തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ടെന്നും അതിന്റെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വരണമെന്നും തട്ടിപ്പുകാരെ മുഴുവൻ ഗുരുവായൂരിൽ നിന്ന് അടിച്ചോടിക്കണമെന്നുള്ള ആവശ്യവുമാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം കോടതി ഗുരുവായൂരിലേക്കും തിരിയണം എന്നുള്ള ആവശ്യം വരുന്നത്. ദൈവത്തെ വെച്ച് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുകയാണ് ഈ കൂട്ടരെല്ലാവരും ചേർന്ന് ചെയ്യുന്നത്. അതൊരിക്കലും ഇനി ഉണ്ടാകരുതെന്നും ഒരു കൊള്ള പോലും ക്ഷേത്രങ്ങളിൽ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി നേരിട്ടിറങ്ങണമെന്നുമാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.